നമുക്ക് സ്വാഭാവികമായിട്ടും അറിയേണ്ടത് അൻവർ എന്തു ചെയ്യുമെന്നുള്ളതാണ്. അങ്ങോട്ടേക്കാണോ അതോ ഇങ്ങോട്ട് തന്നെ അൻവർ ഉണ്ടോ? തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുമോ? മമതാ ബാനർജി അൻവറിനായിട്ട് പ്രചാരണത്തിനെത്തുമോ? അതോ കോൺഗ്രസിൽ UDF-ൽ തന്നെ കയറിപ്പറ്റാനുള്ള ശ്രമം അൻവർ നടത്തുമോ എന്നുള്ളതാണ്. അരുൺ അമൃതനാഥ് നിലമ്പൂരിൽ നിന്നും ചേരുകയാണ്. അരുൺ, ഏറ്റവും ആകാംക്ഷയായി അല്ലെങ്കിൽ ചോദ്യമായി നിൽക്കുന്നത് ഈ അൻവർ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്താണ് നിലവിൽ അൻവറിന്റെ അവസ്ഥ? എങ്ങോട്ടേക്ക് പോകാൻ എന്ത് തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണുള്ളത് മുന്നിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉൾപ്പെടെ? പക്ഷേ നിലമ്പൂരിലേതൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അതേ അന്തരീക്ഷമായിരുന്നു PV അൻവറിലും നമ്മൾ കണ്ടത്. ഇന്ന് നിസ്സഹായാവസ്ഥയോടെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു PV അൻവറിനെ നമ്മൾ കണ്ടു. അതായത് കോൺഗ്രസ് UDF അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. പിന്നാലെ PV അൻവറിന്റെ ഊഴമായിരുന്നു. PV അൻവർ ഇന്ന് തീരുമാനം പറയുന്നു. അതിൽ രണ്ട് കാര്യങ്ങളാണ് അൻവർ പ്രധാനമായും പറഞ്ഞത്. അസോസിയേറ്റ് ഘടകകക്ഷിയായി UDF-നൊപ്പം ചേരുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അവരാദ്യം പ്രഖ്യാപിക്കാമായിരുന്നു. ഇനി KC വേണുഗോപാലാണ് ഏക ആശ്രയം. അതിലും ഒരു സമവായത്തിലെത്തിയില്ലെങ്കിൽ മത്സര രംഗത്തേക്ക് വരും. തൃണമൂൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയോ PV അൻവറോ നിലമ്പൂരിൽ മത്സരിക്കും. മമതാ ബാനർജി ഉൾപ്പെടെ നിലമ്പൂരിലെത്തും എന്ന് PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പോലും നേരത്തെ നിലപാടിൽ നിന്ന് അൻവർ കുറച്ച് അയഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം അൻവറിന്റെ ഒരു നിസ്സഹായാവസ്ഥ അത് പ്രകടമായിരുന്നു. അപ്പോൾ തന്നെ അൻവർ ഒരുപക്ഷെ KC വേണുഗോപാൽ ഇത്തരത്തിൽ അൻവറിനെ ഘടകകക്ഷിയായി അംഗീകരിക്കാൻ, അതായത് അസോസിയേറ്റ് ഘടകകക്ഷിയായി സഹകരിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയാൽ PV അൻവർ സമായപ്പെടും എന്ന തരത്തിലുള്ള സൂചനകളുമുണ്ട്. ഒരുപക്ഷെ അതിലും നിന്നില്ലെങ്കിൽ അൻവർ മത്സര രംഗത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. പക്ഷേ UDF-നെയും അത് ബാധിക്കുമോ LDF-നെ ബാധിക്കുമോ ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ UDF അത്തരത്തിലൊരു പ്രതിസന്ധി പൂർണ്ണമായും ഒഴിവാക്കാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. അൻവർ ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തല ഫോണിൽ വിളിക്കുന്നു. KC വേണുഗോപാൽ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരു തരത്തിലും PV അൻവറിനെ പിണക്കണ്ട, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കുക എന്നുള്ളതാണ് UDF-ന്റെ മുന്നിലുള്ളത്. ഇതിനോട് അൻവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയാം. അക്ഷയ. ശരി.